ജോഗ്ജ രാജ്യാന്തര കൈറ്റ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ ടീമും ഇന്ത്യൻ സംഘത്തെ കോഴിക്കോട്ടുകാരനായ ഷമീം പക്സാൻ നയിക്കുമെന്ന് കൈറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഭാരവാഹികൾ അറിയിച്ചു. ജൂലൈ മാസത്തിൽ ഇന്തോനേഷ്യയിലെ പരാഗുസുമോ ബീച്ചിലാണ് ഇന്തോനേഷ്യ ജോഗ്ജ രാജ്യാന്തര കൈറ്റ് ഫെസ്റ്റിവൽ ആൻഡ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. പട്ടം പറത്തലിൽ പ്രമുഖ രാജ്യങ്ങളായ ഹെയ്റ്റി, USA, ബ്രസീൽ, കാനഡ, അൾജീരിയ, തുനീസിയ, ലിത്വാനിയ, ജർമ്മനി, സ്ലോവാക്യ, മലേഷ്യ, സിംഗപ്പൂർ, ചൈന, ഫ്രാൻസ്, വിയറ്റ്നാം, റിപ്പബ്ലിക് ഓഫ് കൊറിയ, ലെബനൻ തുടങ്ങിയ രാജ്യങ്ങളും ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുമെന്ന് കൈറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ട്രഷറർ ആർ ജയന്തകുമാറും അബ്ദുള്ള മാളിയേക്കലും പറഞ്ഞു. ഇന്തോനേഷ്യ ജോഗ്ജ ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ എന്നാണ്. 2 ആഴ്ച നീണ്ടുനിൽക്കുന്ന ചാമ്പ്യൻഷിപ്പാണ്. 6 കാറ്റഗറിയിലായിട്ടാണ് മത്സരം നടക്കുന്നത്. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമിനെ കോഴിക്കോട്ടുകാരനായ ഷമീം പക്സാൻ നയിക്കും. കേരളത്തിലെ പ്രത്യേകിച്ച് പരമ്പരാഗത പട്ടങ്ങളായിട്ടുള്ള കഥകളി പട്ടവും അതോടൊപ്പം പൈലറ്റ് പട്ടങ്ങളും സെൻ കൈറ്റുകളും സർക്കിൾ കൈറ്റുകളും ഇൻഫ്ലാമബിൾ പട്ടങ്ങളും ഒക്കെയാണ് ഞങ്ങളുടെ ടീമിന്റെ കൈവശമുള്ളത്. അതുമായിട്ടാണ് ഞങ്ങളുടെ ചാമ്പ്യൻഷിപ്പിൽ മാറ്റിവെക്കാൻ പോകുന്നത്. നല്ലൊരു വിജയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇന്ത്യൻ ടീം പ്രസ്തുത ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. SM ജോഹർ വൈസ് ക്യാപ്റ്റൻ, നിതീഷ് ലുക്കും, CP ദിൽദാഷ്, V മനോജ് കുമാർ, K പ്രഭാത് കുമാർ എന്നിവരും പരിശീലകനായി അബ്ദുള്ള മാളിയേക്കലും ടീം മാനേജറായി കമാൽ പ്രകാശും സംഘത്തിലുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.